നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഇന്ന് 6ാമത്തെ ദിവസമാണ്. നിങ്ങൾ 6ാമത്തെ ദിവസം ആദ്യമായിട്ട് വീഡിയോ കണ്ടിരുന്നത് എന്ത് 6ാമത്തെ ദിവസം എന്നൊക്കെ പറയുന്നത് വിചാരിക്കും. നമ്മുടെ ഡയറ്റിന്റെ 6ാമത്തെ ദിവസമാണ്. അപ്പൊ 7 ദിവസം ആണ് ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ 7 ദിവസത്തിന്റെ ഡയറ്റ് എന്ന് പറഞ്ഞതിൽ പിന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുക. നിങ്ങൾക്ക് എത്ര നാൾ കണ്ടിന്യൂ ചെയ്യണം അത് നിങ്ങളുടെ ഇഷ്ടം. കാരണം ഞാൻ 2 മാസമാണ് ഈ ഡയറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഞാൻ ഡയറ്റ് നിർത്തിയിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഡയറ്റ് ഒന്ന് കണ്ടിന്യൂ ചെയ്തത്. കാരണം ശരിയായ രീതിയിൽ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 6ാമത്തെ ദിവസത്തിന് ഞാൻ വീഡിയോ ഇടില്ല, 7th ഡേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞപ്പോ. പക്ഷെ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു, വീണ ചേച്ചി ഇത്രയും ദിവസം ചേച്ചി ഇട്ടല്ലോ, അപ്പൊ ഒരു ദിവസം കൂടെ ശരി. അപ്പൊ പിന്നെ നിങ്ങളുടെ ആ റിക്വസ്റ്റ് മാനിച്ചിട്ട് ഞാൻ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇന്നലത്തെ വീഡിയോയിലും കുറെ പേര് സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഞാൻ ഓൾമോസ്റ്റ് എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടിയും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇനിയും പിന്നെ സംശയം ഉണ്ടായിരുന്നു, ഉറക്കത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഉറങ്ങുന്നതിന് യാതൊരു വിരോധവും ഇല്ല. പക്ഷെ പകലുറക്കം അത്ര നല്ലതൊന്നും അല്ല. 15 മുതൽ 30 മിനിറ്റ് വരെ ഉറങ്ങിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരുപാട് നേരം ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാത്രി നമ്മുടെ ഉറക്കത്തിന് അത് ബാധിക്കും. അതുകൊണ്ട് മാക്സിമം ഉറങ്ങാതിരിക്കുക പകല്. അപ്പൊ എന്താ വെച്ചാല് പ്രത്യേകിച്ചും ഗൾഫ് കൺട്രീസിലുള്ള അമ്മമാരൊക്കെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മക്കളെയൊക്കെ സ്കൂളിൽ വിട്ടതിന് ശേഷം രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു പണിയും ചെയ്യാനില്ല. അപ്പൊ ചേച്ചി ഞങ്ങൾ രാവിലെ കിടന്ന് ഉറങ്ങും, 11:30ക്കാണ് എണീക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേരെങ്കിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളവര് അത് ഒഴിവാക്കുക മാക്സിമം. എന്തെങ്കിലും എനർജറ്റിക് ആയിട്ട് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ള എന്തെങ്കിലും പാട്ട് കേൾക്കുക. ഞാൻ എപ്പോഴും പറയാറില്ലേ വീഡിയോയില്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഉറങ്ങുന്നത് ഒഴിവാക്കുക കേട്ടോ. അപ്പൊ മാക്സിമം അരമണിക്കൂർ ഉറങ്ങിയാൽ മതിയാവും. പിന്നെ AC വാട്ടർ കുടിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചതിന് ഉത്തരം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ചിയ സീഡ്സിന്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വെയിങ് മെഷീൻ ഏതാണ് നല്ലതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വെയിങ് മെഷീൻ ഏതാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഉപയോഗിക്കാം. ഞങ്ങളിപ്പോ നാട്ടില് ഓർഡർ ചെയ്ത 2 വീട്ടിലേക്ക് ഓർഡർ ചെയ്തത് 2 കമ്പനി ആയിരുന്നു. പക്ഷെ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വെയിങ് മെഷീനിലാണോ നമ്മളിപ്പോ ഒരാഴ്ചയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അതിലത്തെ വെയിറ്റ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ചിലപ്പോ ഇപ്പൊ എന്റെ വീട്ടിലത്തെ വെയിങ് മെഷീനിൽ ഇപ്പൊ ഞാൻ 62 കിലോ ആണെങ്കിൽ ജാൻചേട്ടന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോ ഞാൻ 63 കിലോ അതിൽ കണ്ടുവന്ന് വരും. അപ്പൊ നിങ്ങളത് ടെൻഷൻ ആവാൻ വേണ്ട, അവിടെ തൊട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു രീതി കണ്ടിന്യൂ ചെയ്താൽ മതി. പിന്നെ ചിലർ പറഞ്ഞിരുന്നു ഡെയിലി വെയിറ്റ് നോക്കേണ്ട ആവശ്യമില്ല. ഡെയിലി വെയിറ്റ് നോക്കണം. കാരണം നമ്മൾ ന്യൂട്രീഷനിസ്റ്റ് പറയുന്ന അനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പൊ രാവിലെ നമ്മൾ എണീറ്റിട്ട് 100 ഗ്രാം കുറഞ്ഞു അല്ലെങ്കിൽ 200 ഗ്രാം കുറഞ്ഞു എന്ന് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ടല്ലോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് വെയിറ്റ് നോക്കിക്കോ. രാവിലെ എണീറ്റ് ടോയ്ലറ്റിൽ പോയതിനു ശേഷം എന്നിട്ട് വെയിറ്റ് നോക്കുക, അതിനുശേഷം മാത്രം വെള്ളം കുടിച്ചാൽ മതിയാവും കേട്ടോ. അപ്പൊ ആ ഒരു റുട്ടീൻ ഒന്ന് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു മനസ്സിൽ ഇപ്പൊ തന്നെ നമ്മുടെ ഡയറ്റ് ഫോളോ ചെയ്തിട്ട് കുറെ കുട്ടികൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, 1 കിലോ കുറഞ്ഞു അല്ലെങ്കിൽ 1.5 കിലോ കുറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. ഞാൻ വലിയ ന്യൂട്രീഷനിസ്റ്റ് ഒന്നും അല്ല, എല്ലാ താങ്ക്സും നമ്മുടെ നിന്നിക്ക് മാത്രമാണ്. ഞാൻ ഇതിന്റെ ഒരു എന്താ പറയാ നടുവിൽ നിൽക്കുന്ന ഒരാളാണ് മാത്രം. പിന്നെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീണ ചേച്ചി മെലിഞ്ഞു, കോലം കെട്ടു. പക്ഷെ ഞാൻ ഹാപ്പിയാണ്. നമ്മൾ ഹെൽത്തി ആയിരിക്കുന്നതല്ലേ അതിന്റെ ഒരു സന്തോഷം. കുറെ വണ്ണം വെക്കുമ്പോൾ നിങ്ങൾ പറയും വണ്ണം വെച്ചു കോലം കെട്ടു എന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കാൻ കുറെ പേരുണ്ട്, അത് നമ്മൾ ഇഗ്നോർ ചെയ്യുക. അപ്പൊ അതുപോലെ ചില കുട്ടികൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ചേച്ചി ഞാൻ മെലിഞ്ഞിരിക്കണം, ഇച്ചിരി വണ്ണം വെക്കാൻ ചേച്ചി ഈ വീഡിയോസ് കഴിഞ്ഞിട്ട് വണ്ണം വെക്കാനുള്ള വീഡിയോ ചെയ്യാൻ പറയാറുണ്ട്. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഞാൻ കഴിക്കേണ്ടതായിട്ട് വരും അല്ലേ. അപ്പൊ വണ്ണം വെക്കേണ്ട സമയത്ത് വണ്ണം വെക്കും. പിന്നെ നാട്ടുകാരെ നിങ്ങൾ ബോധിപ്പിക്കാൻ വേണ്ടിട്ട് ഒന്നും ചെയ്യേണ്ട. നിങ്ങൾക്ക് വണ്ണം വെക്കണം എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും അതിന് വേണ്ടി ട്രൈ ചെയ്യുക. അല്ലാതെ ജനങ്ങൾ അങ്ങനെ പറഞ്ഞു, എന്റെ ബന്ധുക്കൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന് വേണ്ടി മനക്കെടേണ്ട ആവശ്യമില്ല. വണ്ണം വെക്കുന്നതും വണ്ണം കുറയുന്നതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമ്മൾ അതിന് വേണ്ടി ട്രൈ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി ആവരുത്. നമുക്ക് നമ്മുടെ സ്വന്തം കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഇഷ്ടപ്പെടണം അല്ലെ, നല്ല ഭംഗിയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഡ്രസ്സ് ചേരുന്നുണ്ട്, ഈ സാരി ഉടുക്കുക. ഇപ്പൊ ഈ ബ്ലൗസ് ഞാൻ കുറെ നാളുകളായിട്ട് പ്രീതിക്ക് അറിയാം അലമാരിയിൽ ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. കാരണം ഈ ബ്ലൗസ് എനിക്ക് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ഇന്ന് ഈ ബ്ലൗസ് ഇട്ടപ്പോൾ ഇപ്പോഴും ലൂസാണ്, ഞാൻ പിന്നൊക്കെ കുത്തി വെച്ചിരിക്കുകയാണത്. കാരണം അപ്പൊ ഇന്ന് എനിക്ക് കിട്ടിയ സന്തോഷം ഉണ്ടല്ലോ, അത് കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണ്, പക്ഷെ എനിക്കത് വലിയൊരു സന്തോഷമാണ്. അപ്പൊ അതുപോലെയാണ് ഓരോ മനുഷ്യർക്കും അവരവരുടെ സന്തോഷങ്ങൾ എപ്പോഴും വലുതാണ് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ, അധികം കത്തിവെച്ച് സമയം കളയുന്നില്ല. അപ്പൊ കുഞ്ഞു വീഡിയോ, അതായത് ഇന്ന് ഞാൻ വലിയ കാര്യമായിട്ടൊന്നും കാണിച്ചിട്ടില്ല. അപ്പൊ പെട്ടെന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും കൂടി കണ്ട് നാളത്തോടു കൂടി നമ്മുടെ ഡയറ്റ് അവസാനിപ്പിക്കാം. നാളെ ചീറ്റ് ഡേ ആണ്. അപ്പൊ പ്രത്യേകിച്ച് എനിക്കൊന്നും ചെയ്യാനില്ല, എന്നാലും ഞാൻ വീഡിയോ ഇടുന്നതാണ്. അതിനുശേഷം കണ്ടിന്യൂ ചെയ്തത് എങ്ങനെയെന്നും നാളത്തെ വീഡിയോയിൽ ഞാൻ പറയാം. അപ്പൊ എന്നും പറയാറുള്ള പോലെ തന്നെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക. Day 1 മുതൽ Day 7 വരെ കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് അത് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് മെനുവിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡയറ്റിന്റെ
6ാമത്തെ ദിവസമാണ് കേട്ടോ. അങ്ങനെ 5 ദിവസം സക്സസ്ഫുള്ളി വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാൻ മറക്കരുത്. ഇത് 6ാമത്തെ ദിവസം ഞാനിപ്പോൾ ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായി കഴിക്കുന്നത് നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ സാൻഡ്വിച്ച് പോലെ നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര്, കാരണം ജോലിക്ക് പോകുമ്പോൾ ഓഫീസിലേക്കൊക്കെ പോകുമ്പോൾ സാൻഡ്വിച്ച് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. തീർച്ചയായിട്ടും സാൻഡ്വിച്ച് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും, യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. ഞാനിപ്പോൾ ഇതിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബ്രൗൺ ബ്രെഡാണ്, വൈറ്റ് ബ്രെഡ് ഉപയോഗിക്കേണ്ട കേട്ടോ, ഒഴിവാക്കാം. അപ്പോൾ ഇതിൽ ഞാൻ അവക്കാഡോ ഞാനതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ തരാം. അതുപോലെ തന്നെ കുറച്ച് തക്കാളി, പച്ചമുളക്, സവാള എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ളൊരു അവക്കാഡോൻ്റെ മിക്സാണത്. അപ്പോൾ ഇതാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. 2 എണ്ണം ഉപയോഗിക്കാം. നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ ബുൾസൈ വേണമെങ്കിൽ കഴിക്കാം. ബുൾസൈ കഴിക്കുന്നതാണെങ്കിൽ ഒരു സ്ലൈസ്, വലിയ സ്ലൈസ് ബ്രെഡ് ഉപയോഗിച്ചാൽ മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് അത് കാണിച്ചു തന്നു മാത്രം. അല്ലെങ്കിൽ അതിനനുസരിച്ച് സാൻഡ്വിച്ചസ് ആണെങ്കിലും ചെയ്യാം. സാൻഡ്വിച്ച് ഉപയോഗിക്കുമ്പോൾ പൊട്ടറ്റോ ഉപയോഗിക്കാതിരിക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാം. പിന്നെ ഞാനിപ്പോൾ 6 ദിവസമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഇതിലിപ്പോൾ പാലപ്പം പറഞ്ഞിട്ടില്ലായിരുന്നു. പാലപ്പം കഴിക്കുക കേട്ടോ. ഒരു പാലപ്പം കഴിക്കണമെങ്കിൽ ഒരു പാലപ്പമാണ് നമ്മൾ അതിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത്. ഇപ്പോൾ ദോശ, പാലപ്പം, ഇടിയപ്പം, അങ്ങനെ നമ്മൾ മലയാളികൾ കഴിക്കുന്ന എല്ലാവിധപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കാൻ പറ്റും. അതിൻ്റെ അളവ് മാത്രം നിങ്ങളൊന്ന് തിട്ടപ്പെടുത്തിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ജാൻചേട്ടനാണെങ്കിൽ 2 എനിക്ക് 1 ആ ഒരു രീതിയിലാണ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ ഫിസിക് അനുസരിച്ച് എത്ര വെയിറ്റ് കുറയണം എന്നനുസരിച്ച് നിങ്ങൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ ഇത് ഞാൻ കഴിക്കട്ടെ കേട്ടോ, എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇന്ന് 6ാമത്തെ ദിവസത്തെ ഉച്ചക്കലത്തെ മീൽസാണിത്. ഞാൻ നിങ്ങളുടെ കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടൊന്ന് കാണിച്ചു പോവുകയാണ്, എന്താ ചെയ്യാല്ലേ. അപ്പോൾ ഇത് വൻപയർ കറിയാണ് കേട്ടോ. പയർ കറി ഉള്ളിമുളക് കുത്തി കാച്ചിയതാണ്. പിന്നെ ഇത് വന്നിട്ട് ക്യാരറ്റ്, ക്യാബേജ്, ബീറ്റ്റൂട്ട് പൊരിയലാണ്. പൊരിയൽ എന്ന് പറഞ്ഞാൽ തോരനാണ്. പിന്നെ നമ്മുടെ ആസ് യൂഷ്വൽ 4 ടേബിൾ സ്പൂൺ ചോറ്, പിന്നെ നല്ല പുളിയുള്ള തൈര്, പിന്നെ സാലഡ്, കുക്കുംബറും സവാളയും പച്ചമുളകും. ഇതാണ് 6ാമത്തെ ദിവസത്തെ മീൽ. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് വരുത്താം. ഇത്ര മാത്രം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ഒരു മീൽ നമ്മുടെ വെജിറ്റേറിയൻ മീൽസ് ആണെന്നുണ്ടെങ്കിൽ ഒരു പൾസ് ഏതെങ്കിലും, പയറുവർഗ്ഗങ്ങൾ ഏതെങ്കിലും ഒന്ന് കഴിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള പച്ചക്കറികൾ, തോരൻ എന്തെങ്കിലും കഴിക്കണം. പിന്നെ ഈ തൈര് കഴിക്കാൻ പറ്റാത്തൊരു തൈര് ഒഴിവാക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ചാറുകറി വേണമെന്നും നിർബന്ധമില്ല. എന്തെങ്കിലും പൾസ് എന്തെങ്കിലും കഴിക്കണമെന്നേ ഉള്ളൂ. അതേപോലെ പച്ചക്കറികളും നന്നായിട്ട് അകത്തേക്ക് ചെല്ലണം. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ നിങ്ങൾക്ക് മീൻ കറി കഴിക്കുന്നവരാണെങ്കിൽ മീൻ കറി ആവാം, അല്ലെങ്കിൽ ചിക്കൻ കറി ആവാം. എന്താണെങ്കിലും അതിൽ ഒട്ടും ഒരുപാട് അങ്ങനെ ഓയിൽ ഒഴിക്കാൻ പാടില്ല. കാച്ചി ഒഴിക്കുമ്പോഴും നമ്മളിപ്പോൾ ചെറിയുള്ളി കാച്ചില്ലേ, ആ സമയത്തൊക്കെ വളരെ കുറച്ച് ഓയിൽ മാത്രം ഒഴിച്ചിട്ട് കാച്ചി ഒഴിക്കുക. അതല്ലെങ്കിൽ കടുക് പൊട്ടിക്കുമ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ 1/4 ഭാഗം പോലും ഓയിൽ ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ ഡയറ്റ് ചെയ്യുന്ന സമയത്ത്. അത് മാത്രം ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇത് വെജിറ്റേറിയൻസിന് മാത്രമല്ല, നോൺ വെജ് കഴിക്കുന്നവർക്കും ഇതൊക്കെ തന്നെയാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ചോറിലോട്ട് കറികളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ചോറും കറിയും എല്ലാം കൂടി കൂട്ടിപ്പരത്തി കഴിക്കുമ്പോൾ അത്യാവശ്യം വിശപ്പ് മാറും. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നില്ല, ഇന്നും ഞാൻ കാണിച്ചു തന്നെ നിങ്ങളെ കൊതിപ്പിക്കുന്നില്ല. അപ്പോൾ അത് കഴിക്കട്ടെ ഞാൻ. ഹലോ കുട്ടികളെ, അപ്പോൾ അതെ ഇന്നത്തെ ഡിന്നർ ഇതാണ് കേട്ടോ. ഇന്ന് നമുക്ക് ചപ്പാത്തി ഇല്ല, ചപ്പാത്തി അലൗഡ് അല്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഗ്രിൽഡ് ചിക്കൻ 150 ഗ്രാം, അല്ലെങ്കിൽ ഗ്രിൽഡ് ഫിഷ് 150 ഗ്രാം, അതല്ലെങ്കിൽ ഗ്രിൽഡ് പനീർ 150 ഗ്രാം. ഞാൻ ഇതൊന്നും അല്ല എടുത്തിരിക്കുന്നത്. ഇവിടെ മഷ്റൂം, ബ്രോക്കലി, കളർഫുള്ളായിട്ടുള്ള 2 തരത്തിലുള്ള ക്യാപ്സിക്കം, പിന്നെന്തിട്ടാണ് സവാള, ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു ജസ്റ്റ് ഒന്ന് വഴറ്റി കുറച്ച് സോയാ സോസ് മാത്രം ഒഴിച്ചിട്ടുള്ളൊരു ഐറ്റമാണിത്. വെറുതെ വഴറ്റി എടുക്കുക, വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ നമ്മുടെ സീഡ്സ് ഇല്ലേ, എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ള സീഡ്സ് ഒരു ഇച്ചിരി എടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബദാം 5 എണ്ണം കഴിക്കാം കേട്ടോ. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ബദാം ഒരു ദിവസം മാത്രമേ അലൗഡ് ഉണ്ടായിരുന്നുള്ളൂ. ഞാനിപ്പോൾ ഇന്ന് സീഡ്സ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 5 ബദാം കഴിക്കാം നമുക്ക്. അതുപോലെ തന്നെ കുറച്ച് ഇത് കുക്കുംബർ, സ്പൈസി കുക്കുംബറാണ്. അത് സ്പൈസി കുക്കുംബർ നമുക്കൊരു ടേസ്റ്റിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സാലഡ് ആണെങ്കിലും കഴിക്കാം. അപ്പോൾ കുറച്ച് ഇലവർഗ്ഗങ്ങൾ വയറ്റി ചെല്ലട്ടെ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ കഴിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഒന്ന് നമുക്കുള്ളത് എന്താണ്, വാട്ടർമെലൻ ജ്യൂസ്. ഒട്ടും തന്നെ പഞ്ചസാര ചേർക്കാത്ത വാട്ടർമെലൻ ജ്യൂസാണ് ഇന്ന് കഴിക്കുന്നത്. അപ്പോൾ രാവിലെ ഇന്നിപ്പോൾ വാട്ടർമെലൻ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ രാവിലെ കഴിക്കുന്ന ഫ്രൂട്ട് വാട്ടർമെലൻ ആവണ്ട കേട്ടോ. അതിന് പകരമായിട്ട് ഗ്രീൻ ആപ്പിളോ അതല്ലെങ്കിൽ വേറെ നിങ്ങൾക്ക് അധികം മധുരമില്ലാത്ത എന്ത് ഫ്രൂട്ടാണോ താല്പര്യം അത് കഴിക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച്, ഡിന്നർ. 6ാമത്തെ ദിവസം രാത്രിയുടെ ഡിന്നർ. ബിഫോർ 7 o'clock നിങ്ങൾ എന്തായാലും കഴിച്ചിരിക്കണം. അതുപോലെ തന്നെ ഉറക്കം എന്ന് പറഞ്ഞാൽ ഒരുപാട് ലേറ്റ് ആവാൻ പാടില്ല. ഒരു 10:30 11 മണിക്കുള്ളിൽ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഇനിയിപ്പോൾ 7ാമത്തെ ദിവസം എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ടൊന്നും കാണിക്കാനില്ല. ചീറ്റ് ഡേ ആണ് നാളത്തെ ദിവസം. അപ്പോൾ നാളത്തെ ചീറ്റ് ഡേക്ക് എന്തൊക്കെ കഴിക്കുക എന്നുള്ളത്, ഞാൻ എന്തൊക്കെ കഴിച്ചിരുന്നു എന്നുള്ളതും ഞാൻ നാളെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്